അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഒരു കപ്പ് റവ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 3 ഏലക്കായാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് പൗഡറായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ റവ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ അത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയും ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മളുടെ മാവിൻ്റെ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് കുറച്ച് തിക്കായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാവിൻ്റെ ഒരു ഇതിലാണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇതുണ്ടല്ലോ നമ്മുടെ സോഡ പൗഡർ, ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് വെളുത്ത എള്ളാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണൽ മാത്രമാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് വേണ്ടത്. ഇനി ഇത് ലൂസായിട്ട് തിക്കായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു കുഴിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മളുടെ മാവ് ഇതേപോലെ കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഇത് വേഗം കളറ് ചേഞ്ച് ആവും ശർക്കര ഒഴിച്ചതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം കുക്കായി കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്താൽ നമ്മളുടെ 2 സൈഡും കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റും. വൈകുന്നേര സമയത്തൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.